ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തൈര് സാധം വെച്ചാലോ. തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ തൈര് സാധം ഇതെന്ന് വെച്ചാൽ നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തൈര് ചോറെന്ന് പറയും. തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവരും തമിഴ്നാട്ടിൽ ജോലി നോക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവരും ഇത് മസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ നമ്മളിത് വീട്ടിൽ ചെയ്ത് കഴിക്കുന്നതുമായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കും. നല്ല ആരോഗ്യ ഗുണമുള്ള നല്ലൊരു റെസിപ്പിയാണിത്. മസ്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്യുക. മസ്റ്റായിട്ട് നമ്മൾ ഈ വെയിൽ കാലത്ത് ഇത് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ചോറ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ചോറ് നന്നായിട്ട് ഉടയണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, 2 വറ്റൽമുളക്, കരിവേപ്പില ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണമായിട്ട് അരിയണ്ട, നല്ല ചെറുതായിട്ട് അരിയണം. നമുക്കിതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് തൈര് നന്നായിട്ട് ഉടച്ചെടുക്കണം. തൈര് ഈ ചോറിലോട്ട് നമുക്ക് ആദ്യം ഉടച്ച് വെച്ച ചോറിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ. എന്നിട്ട് നമുക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. നമുക്ക് ഇതിനടുത്ത് പാചകത്തിലൂടെ നമുക്ക് കിടക്കാം. അത് കുറച്ച് നേരം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിൽ നമ്മൾ വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമുക്ക് അത് ഇഞ്ചിയൊക്കെ നല്ല ചെറുതായിട്ടാണ് അരിയാൻ. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരണം നമുക്ക് ഇഞ്ചിക്ക്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും പച്ച ആയിട്ടങ്ങനെ ഇഞ്ചി നമ്മൾ ഇട്ടുകയാണെങ്കിൽ പച്ചമണം നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്കിന്ന് ചോറിലോട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണ ഉപയോഗിക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ കറികളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ തോരൻ അങ്ങനെയുള്ള ഒരു ഒന്നുമില്ല, ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ 5 നിമിഷം മാത്രം മതി. ഇതിൽ കുറച്ച് നമ്മൾ അച്ചാറൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ